അമ്പലപ്പുഴയിൽ വോട്ടെടുപ്പിനിടെ ജി സുധാകരനെ തടഞ്ഞ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ സന്ദർശനത്തിനെത്തിയപ്പോൾ CPM പ്രവർത്തകർ തടഞ്ഞു എന്നായിരുന്നു പരാതി. മനീഷ് മഹിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ് മഹിപാൽ, എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ അവിടെ സ്ഥാനാർത്ഥിക്ക് ബൂത്തുകളിൽ പോകുന്നതിന് വിലക്കില്ലല്ലോ. ഇതിനിടയിൽ ബൂത്തിലേക്ക് വരുന്ന സമയത്ത് CPM പ്രവർത്തകർ തടയുകയായിരുന്നോ? അരുൺകുമാർ, ഇന്ന് വൈകിട്ട് 4:30-ക്ക് ശേഷം അമ്പലപ്പുഴ മണ്ഡലത്തിലെ ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജി സുധാകരൻ എത്തിയത്. ജി സുധാകരൻ എത്തിയത് ഗൺമാന്റെ കൂടെയായിരുന്നു. പക്ഷേ ജി സുധാകരന്റെ കൂടെ ഏതാനും ചില കോൺഗ്രസ് പ്രവർത്തകർ കൂടി ഉണ്ടായിരുന്നു. 3 കോൺഗ്രസ് പ്രവർത്തകർ ജി സുധാകരന്റെ കൂടി ഉണ്ടായിരുന്നു എന്നായിരുന്നു ആരോപണം. ഇതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന CPIM പ്രവർത്തകർ ജി സുധാകരനെ തടഞ്ഞു എന്നതാണ് പരാതി. അതായത് നിലവിൽ സ്ഥാനാർത്ഥിക്ക് ഏത് ബൂത്തിലും പോകാം, സന്ദർശനം നടത്താം എന്നുള്ള ഒരു ചട്ടം നിലനിൽക്കെ ജി സുധാകരന്റെ കൂടെ ഗൺമാനെ കൂടാതെ 3 പേർ ഉണ്ടായിരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 3 പേർ ഉണ്ടായതിനെ ചോദ്യം ചെയ്തു. അത് തർക്കമായി, അത് കയ്യാങ്കളിയിലേക്ക് എത്തി. അങ്ങനെ ജി സുധാകരനെ തടഞ്ഞു. CPM പ്രവർത്തകരാണ് തടഞ്ഞു എന്നതാണ് ജി സുധാകരന്റെ പരാതി. പിന്നീട് കൂടുതൽ പോലീസ്, ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസ് അങ്ങോട്ടേക്ക് എത്തിയാണ് 2 കൂട്ടരെയും അവിടെ വെച്ചുണ്ടായ തർക്കം പിന്നീട് CPIM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ ഒരു കയ്യാങ്കളിയിലേക്ക് മാറി. പിന്നീട് പോലീസ് ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തിയാണ് 2 കൂട്ടരെയും പിന്തിരിപ്പിച്ച് അവിടെ നിന്ന് മാറ്റി. ജി സുധാകരൻ പിന്നീട് 4:45 തന്നെ ആ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് മടങ്ങേണ്ട സ്ഥിതിയിലേക്ക് എത്തി. അങ്ങനെ 4:30-ക്ക് എത്തി ഒരു 15 മിനിറ്റ് നേരമാണ് അവിടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. സുധാകരന്റെ കൂടെ കൂടുതൽ പ്രവർത്തകർ ഉണ്ടായതാണ് CPM പ്രവർത്തകർ ഈ ഏജന്റുമാരെ, അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ ചൊടിപ്പിച്ചതും. എത്തിയിരുന്നെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. പകരം ഗൺമാനെയും മറ്റു കോൺഗ്രസ് പ്രവർത്തകരെയും കൊണ്ടുവന്നതാണ് പ്രകോപിപ്പിച്ചത്. താങ്ക് യു. ഇപ്പോൾ മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.